Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.3-ൻ്റെ ഡെവലപ്പർ ബീറ്റ 2 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ iOS 16-ൻ്റെ ഒരു പുതിയ ബീറ്റ നമുക്ക് വന്നിരിക്കുന്നത്. മിക്കവാറും ഇന്ന് രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾക്കൊക്കെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ പബ്ലിക് ബീറ്റയും കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 495 MB-ലാണ് iPhone 11-ൽ. അത് പല ഡിവൈസിലും പല സൈസിലോട്ടായിരിക്കും വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.3 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. watchOS 9.3 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 13.2 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. tvOSും HomePodOSും 16.3 ബീറ്റ 2ഉം റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ iOS 16.3 ബീറ്റ 2-ൻ്റെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. തുടക്കം തന്നെ നമ്മുടെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സെറ്റിങ്സിൽ പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും iOS 16.3 20D5035i എന്ന്. ചിലപ്പോൾ നമ്മുടെ ഫൈനൽ റിലീസ് ഈ പറഞ്ഞ ബീറ്റ 2 ആയിരിക്കാം. ഇനി ഒരു ബീറ്റ 3 നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ RC റിലീസായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനമായിട്ട് പറയാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിലാണ് നമുക്കൊരു പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ iPhone 14 Pro Maxൽ വരുന്നത്. ഈ ഓരോ ഡിവൈസ് അനുസരിച്ച് നമ്മുടെ മോഡേൺ ഫേമറിൻ്റെ ആ ഒരു നമ്പർ മാറാറുണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ ഈ ഒരു ബീറ്റയിൽ സ്പെസിഫൈ ചെയ്ത അപ്ഡേഷൻ വരുന്നത് നമ്മുടെ 14 Pro Maxൽ മാത്രമാണ്. ബാക്കി ഡിവൈസിലൊന്നും മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ ഇപ്പോൾ പുഷ് ചെയ്തിട്ടില്ല. അതേപോലെ നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ മാറ്റം വരുന്നത് നമ്മുടെ എമർജൻസി SOSലാണ്. എമർജൻസി SOSൽ നമുക്ക് വരുന്ന പുതിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കോൾ ക്വയറ്റ്ലി എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് പുതുതായിട്ട് വരുന്ന ആ ഒരു മാറ്റം. അതായത് നമ്മുടെ എമർജൻസി SOS നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു വാർണിങ്ങോ ഫ്ലാഷസോ അലാറമോ വരാതെ സൈലൻ്റായിട്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ എമർജൻസി SOS നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ആ ഒരു SOS എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൈറനും ട്യൂണും എല്ലാം കേട്ട് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ആ ഒരു സൗണ്ട് കാരണമാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോൾ സൈലൻ്റ്ലി എന്നുള്ള ഓപ്ഷൻ ഈ ഒരു ബീറ്റിൽ ആപ്പിൾ എനേബിൾ ചെയ്തിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ മാപ്സിലാണ്. ആ ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും മോളുകളോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്ന ഏതെങ്കിലും പാർക്കുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ നമുക്ക് ഇതേപോലെ കാണിക്കും. അവിടെ മോർ എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷൻ്റെ കൂടെ ഒരു ഓപ്ഷൻ കൂടെ വരും, പാർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ പ്ലേസിലും അത് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അമേരിക്കയിലും കാനഡയിലൊക്കെ ചില സ്ഥലങ്ങൾക്ക് മാത്രമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഇന്ത്യയിലേക്കൊന്നും വന്നിട്ടില്ല. ഇവിടെ ഈ കാണുന്ന 3 ഓപ്ഷനൂടെ ആ ഒരു പാർക്കിംഗ് കൂടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എൻട്രിങ് ടൈം എപ്പോഴാണ്, നമുക്ക് പാർക്കിംഗ് സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ വേണമെന്നുള്ള ഫുൾ ഓപ്ഷൻസും നമുക്കതിൽ സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ പാർക്കിംഗ് സ്ലോട്ട് ആഡ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ആ ഒരു മാറ്റവും നമ്മുടെ ഈ ഒരു ആപ്പിൾ മാപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ പല സമയത്തും നമുക്ക് ആ ഒരു ഓപ്ഷനൊക്കെ യൂസ്ഫുൾ ആവാത്തത്. പിന്നീട് വലുതായിട്ട് നമുക്ക് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്മൂത്തായിട്ട്, അതായത് നല്ല സ്മൂത്തായിട്ട് തന്നെ എനിക്ക് ഈ ഒരു അപ്ഡേഷന് ശേഷം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഞ്ച് മാർക്ക് നമുക്ക് ഇപ്പോൾ റൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ ബെഞ്ച് മാർക്കിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റിസൾട്ടിൽ വരുന്നത് സിംഗിൾ കോർ വരുന്നത് 1334ഉം മൾട്ടി കോറിൽ വരുന്നത് 3353യുമാണ്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാൻഡ് സ്കോറും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്.
നമുക്കിപ്പോൾ ഈ ഒരു ഡിവൈസ് ഞാനിപ്പോൾ എടുത്തതിന് ശേഷമുള്ള തേർമൽ ഇഷ്യൂ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഒരു ബാറ്ററി മോഡ്യൂളിൻ്റെ ഭാഗത്ത് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാരണം തന്നെയാണ് ഞാൻ അടുത്തതായിട്ട് പറയാനും വന്നത്. ഹീറ്റ് മാനേജ്മെൻറ്റ് കുറച്ചധികം മാറിയിട്ടുണ്ടോ എന്ന് സംശയം. കാരണം ഫുൾ ഡിവൈസും ചൂടായിട്ടുണ്ട്, ഈ ഒരു സൈഡ് ബാറൊക്കെ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷനാണ്. കാരണം ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ഈ ഒരു റൂമിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്കുള്ള ചൂടും ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ തോന്നാനും കാരണമുണ്ട്. നമ്മളിപ്പോൾ ഇൻഡോറിൽ വെച്ച് എടുക്കുകയാണെങ്കിലും നല്ല ചൂടുള്ള ഒരു സമയമാണെങ്കിൽ നമ്മുടെ ഫോണും ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് മാറാനുള്ള കാരണമുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ അവിടെ തണുപ്പാണ്, അതേപോലെ വെയിലില്ലെങ്കിൽ നമ്മുടെ ഡിവൈസും ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മുടെ ഡിവൈസിലെ തേർമൽ മാനേജ്മെൻറ്റും വർക്കാവാൻ ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ ഡിവൈസ് ഇത്രയും ചൂടാവാനുള്ള കാരണം എനിക്കിപ്പോൾ എൻ്റെ ഡിവൈസിൽ ബെഞ്ച് മാർക്ക് ഞാൻ റൺ ചെയ്തു, അതേപോലെ അത്യാവശ്യം നല്ല ചൂട് ഈ റൂമിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം എൻ്റെ ഡിവൈസിൽ കുറച്ചധികം ചൂട് വരാനുള്ള കാരണം. അതേപോലെ ബാറ്ററിയുടെ ഇഷ്യൂ പറയുകയാണെങ്കിൽ ബാറ്ററി ഇപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു അപ്ഡേഷൻ ചെയ്ത് അപ്പോൾ തന്നെ നമ്മുടെ ഡിവൈസിൽ ഒരു ബാറ്ററി പെർഫോമൻസോ ബാറ്ററിയുടെ മാറ്റങ്ങളോ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഈ ബാറ്ററി പെർഫോമൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറും 54 മിനിറ്റും, സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ 3 മണിക്കൂറും 13 മിനിറ്റുമാണ്. എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് പറയുമ്പോൾ 85% എനിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് 86 അത് 85 കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഹാർഡ് കോറായ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചാർജ് ഇറങ്ങുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അത് അത്രയും നമ്മുടെ ബാറ്ററി ജ്യൂസ് കൺസ്യൂം ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ iOS 16.3 എന്നാണ് റിലീസ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ഞാൻ പറയും ഈ ഒരു ആഴ്ചയിൽ ചിലപ്പോൾ iOS 16.2.1 റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു റൂമറാണ്, ഒരു 90% നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോൾ iOS 16.2 റിലീസായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ യൂസേഴ്സിന് വന്നായിരുന്നു. അത് റിസോൾവ് ചെയ്യാനുള്ള ഒരു അപ്ഡേഷൻ ആപ്പിൽ ഈ ഒരു ക്രിസ്മസ് ടൈമും ന്യൂ ഇയർ ടൈമും ആയതുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒരു iOS 16.2.1 ചിലപ്പോൾ ഈ ഒരു വീക്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് ഈ വരുന്ന അവസാന ആഴ്ചയിൽ അല്ലെങ്കിൽ ആ ഒരു ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലായിരിക്കും നമ്മുടെ iOS 16.3 റിലീസാവാൻ ചാൻസ്. ലാസ്റ്റ് ഇയർ നമ്മുടെ iOS 15.3 നമുക്ക് എങ്ങനെയാണ് റിലീസായതെന്ന് വെച്ചാൽ ആദ്യം ഒരു ബീറ്റ 1 വന്നു, പിന്നെ ബീറ്റ 2 വന്നു, പിന്നീട് വേറെ ബീറ്റാസ് ഒന്നും വന്നില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് RC റിലീസിലേക്കാണ് പോയത്. ആ ഒരു സെയിം പാറ്റേൺ തന്നെ ഇപ്പോൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ iOS 16.3 ബീറ്റ 1 വന്നു, 2 വന്നു, ഇനി ചിലപ്പോൾ ബീറ്റ 3 ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ നമുക്ക് വരാനും ചാൻസ് ഉണ്ട്. ആപ്പിളിൻ്റെ കാര്യമാണ്, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബീറ്റ 2 കഴിഞ്ഞാൽ ഇനി RC റിലീസായിരിക്കും iOS 16.3 കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 16.3 പുതിയ ബീറ്റ 2 വരുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും എന്തായാലും എനേബിൾ ചെയ്യുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.